Good morning. Are you ready? Yes. Yes. മിസ്സിന്റെ പേരെന്താ? ഓ മിസ്സിന്റെ പേര് പറഞ്ഞില്ലേ? സജിത. എഡ്വിൻ കേട്ടോ? പേര് മറന്നുപോവോ? ഞാൻ ഇതിനു മുമ്പേ ഫസ്റ്റ് ചോദിച്ചത് ഇതിന് മുന്നേ എടുത്ത മിസ്സിന്റെ പേരാണ്. കൊറേയൊക്കെ കിട്ടിയില്ല മിസ്സിന്റെ പേരെന്താ? പേര് മറന്നുപോവോ? No, miss. ആ. Good morning, teacher. Good morning. How are you? നോക്ക്, കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ എടുത്ത്? ലെസൺ ചാപ്റ്റർ 4 അല്ലേ? മിസ് പകുതി എടുത്തിട്ട് നിർത്തിയതല്ലേ? ചാപ്റ്റർ 4 ആണോ? പേജ് നമ്പർ 13. Yes. മിസ് അതൊന്നും കൂടി പറഞ്ഞു തരട്ടെ. പകുതിക്ക് നിർത്തിയത് കൊണ്ട് ഒന്നും കൂടി വീണ്ടും തുടങ്ങിയാണേ. മിസ് വായിച്ചു തരുമ്പോ കൃത്യമായിട്ട് ആ പാരഗ്രാഫിൽ നോക്കണം. വേറെ എവിടെയും ശ്രദ്ധിക്കാൻ പാടില്ല. കുറച്ച് ടഫ് വാക്കുകൾ അതിലുണ്ട്, ടഫ് വേർഡ്സുകൾ ഉണ്ട്. അപ്പൊ മക്കളത് ശ്രദ്ധിച്ചിരുന്നാലേ വായിക്കാൻ കിട്ടുള്ളൂ കേട്ടോ. റെഡി? ലെസന്റെ പേരെന്താ? വീർ ഹവൽദാർ അബ്ദുൾ ഹമീദ്. വീർ ഹവൽദാർ അബ്ദുൾ ഹമീദ്. അത് വായിക്കാൻ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? യെസ്. സ്റ്റോറി ഓഫ് എ ബ്രേവ് സോൾജിയർ. നോക്ക്, ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുക. अब्दुल हमीद एक दिन अपने पिता के साथ दुकान में बैठा था. उसके गांव का एक सिपाही कपड़े सिलवाने उसकी दुकान पर आ पहुंचा. अब्दुल हमीद फौज की वर्दी पहने उस सैनिक को देखता रहा. उसके पिता खाने घर चले गए तो अब्दुल हमीद ने कहा, भैया तुम तो इस वर्दी में बहुत अच्छे लग रहे हो. ആ ഫസ്റ്റ് പാരഗ്രാഫ് എന്താ മീനിങ് എന്ന് മിസ് പറഞ്ഞുതരാം, എന്നാലേ മക്കൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക. അബ്ദുൾ ഹമീദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പേര് കേട്ടല്ലോ. അബ്ദുൾ ഹമീദ് ഇതാണ് പേര്. വായിക്കാൻ കിട്ടുന്നുണ്ടോ? മുഹമ്മദേ, ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ? അബ്ദുൾ ഹമീദ്. അബ്ദുൾ ഹമീദ് ഏക് ദിൻ, വൺ ഡേ, ഒരു ദിവസം, അപ്നെ പിതാക്കെ സാത്ത്, തന്റെ അച്ഛന്റെ കൂടെ എന്തായത് ദുകാൻ മേ ബൈഠാ താ, തന്റെ അച്ഛന്റെ കടയിൽ ഇരിക്കുകയായിരുന്നു. കോൻ? ആരിഹു? അബ്ദുൾ ഹമീദ്. അബ്ദുൾ ഹമീദ് തന്റെ അച്ഛന്റെ കൂടെ അച്ഛന്റെ കടയിൽ ഒന്ന് ഇരിക്കുകയായിരുന്നു അല്ലെ. ഉസ്കെ ഗാവ് ക, അവരുടെ ഗ്രാമത്തിലുള്ള ഏക് സിപ്പാഹി, ഒരു സോൾജിയർ, ഒരു പട്ടാളക്കാരൻ. സോൾജിയർ, സിപ്പാഹി. സിപ്പാഹി അറിയോ? സോൾജിയർ എന്ന് പറഞ്ഞാൽ അറിയോ? ഏക് സിപ്പാഹി കപ്പടേ സിൽവാനെ. കപ്പടേ സിൽവാനെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രസ് തയ്ക്കുന്നത്, തയ്ക്കാൻ വേണ്ടിയിട്ട്. ഉസ്കി ദുകാൻ പർ ആ പഹുഞ്ച, ഇവരുടെ കടയിലേക്ക് വന്നു. അപ്പൊ ഇവരുടെ കടയിൽ എന്തായിരിക്കും ജോലി? എന്ത് കടയായിരിക്കും അത്? തയ്യൽ കട അല്ലേ? ആണോ? അതായിരിക്കൂലേ വന്നത്? യെസ്. അബ്ദുൾ ഹമീദ് ഫൗജ് കി വർദി പഹനെ. ഈ അബ്ദുൾ ഹമീദ് എന്താ കണ്ടത്? ഈ സോൾജിയറുടെ യൂണിഫോം കണ്ടു. വർദി പഹനെ ഉസ് സൈനിക കോ ദേഖ്താ രഹാ. യൂണിഫോം ധരിച്ചിട്ട് വന്ന തന്റെ മുന്നിലുള്ള സോൾജിയർ ഒന്ന് നോക്കി. ആരാ നോക്കിയത്? ആരാ നോക്കിയത്? അബ്ദുൾ ഹമീദ്. ആരെ? സോൾജിയറിനെ അല്ലെ. എല്ലാ യൂണിഫോം ധരിച്ച സോൾജിയർ ആയിരുന്നു. ഉസ്കെ പിതാ ഖാനാ ഖാനെ, അദ്ദേഹത്തിന്റെ അച്ഛൻ, അബ്ദുൾ ഹമീദിന്റെ അച്ഛൻ എന്ത് ചെയ്തു? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഘർ ചലേ ഗയേ തോ, വീട്ടിലേക്ക് പോയ സമയത്ത് അബ്ദുൾ ഹമീദിനെ കഹ, അബ്ദുൾ ഹമീദ് ആ സോൾജിയറോട് പറയാണ് എന്തെന്ന്? ഭയ്യ. ഭയ്യ. എന്താ ഭയ്യ എന്ന് പറഞ്ഞാല്?
സഹോദര. ആ ചേട്ടാ എന്ന് വിളിക്കൂലേ? നിങ്ങളൊക്കെ എന്താ വിളിക്ക? ചേട്ടാ അല്ലേ? ചേട്ടാ. തും തോ ഈസ് വർദി മേ ബഹുത് അച്ഛേ ലഗ് രഹേ ഹോ. നിങ്ങൾ ഈ യൂണിഫോമിൽ കാണാൻ നല്ല സ്റ്റൈൽ ഉണ്ട്. ആരാ പറഞ്ഞത്? കിസ്നെ കിസ്സെ കഹാ? അബ്ദുൽ ഹമീദ് ने സിപാഹി സെ കഹാ. അബ്ദുൽ ഹമീദ് ആരോടാ പറഞ്ഞത്? സോൾജിയറിനോട്. എന്താ പറഞ്ഞത്? നിങ്ങളെ യൂണിഫോമിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. കേട്ടോ? ജിസക്ക് മനസ്സിലായോ? ജിസ ഫാത്തിമ താടിക്കൈ ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. മനസ്സിലായി? ഏഞ്ചൽ എന്തേ സ്റ്റക്ക് ആവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ മിസ് പറഞ്ഞത്? മിസ് പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടില്ലേ? മുഹമ്മദ് റിഹാന് കാലിനൊക്കെ എന്തോ പരിക്കെല്ലാം പറ്റിയിരിക്കുന്നതാന്ന് തോന്നല്ലോ. മിസ് പറഞ്ഞ ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആയോ? ഒന്നുകൂടി പറയട്ടെ. നന്നായിട്ട് ക്ലിയർ ആയിട്ടേ ബാക്കി പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ. കാരണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കണം. മിസ് പറഞ്ഞ ആ ലെസന്റെ ഓരോ ഭാഗം ഓരോ ലൈനും കൃത്യമായിട്ട് മീനിങ് മനസ്സിലാക്കി വെക്കണം. എന്നാലും മക്കൾക്ക് വായിച്ചാൽ ആ കഥ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ? സായി കൃഷ്ണ ഇങ്ങനെ ഇടക്കിടക്ക് മുടി ഇങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുന്നു. ഒരു ബുദ്ധിമുട്ടായി പോയി അല്ലെ മുടി കൊണ്ട്? നോക്ക് ഒന്നുകൂടി പറഞ്ഞുതരാ. അബ്ദുൽ ഹമീദ് ഏക് ദിൻ അപ്നെ പിതാ കെ സാത്ത് ദുകാൻ മേ ബൈഠാ ഥാ. അബ്ദുൽ ഹമീദ് എന്താ ചെയ്തത്? വൺ ഡേ, ഒരു ദിവസം, ഏക് ദിൻ അപ്നെ പിതാ കെ സാത്ത്, തന്റെ ഫാദറിന്റെ കൂടെ അച്ഛന്റെ കൂടെ എവിടെ ഇരിക്കുകയായിരുന്നു? കടയില് അല്ലെ? അച്ഛന്റെ കടയായിരുന്നു ദുകാൻ. അപ്പോഴേ ഉസ്കെ ഗാവ് കാ ഏക് സിപാഹി, അപ്പൊ ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു സോൾജിയർ കപ്പടെ സിൽവാനി, ഡ്രസ് തയ്ക്കുവാൻ വേണ്ടി ഉസ്കി ദുകാൻ പർ ആ പഹുഞ്ച, അവരുടെ കടയിലേക്ക് ചെന്നു. അബ്ദുൽ ഹമീദ് ഫൗജ് കി വർദി പഹനെ अब्दुल हमीद फौज की वर्दी पहने उस सैनिक को देखता रहा. അബ്ദുൽ ഹമീദ് എന്താ ചെയ്തത്? ആ സോൾജറിന്റെ ആ ഡ്രസ് യൂണിഫോമിൽ വന്ന ആ സൈനികനെ, ആ സോൾജറിനെ ഒന്ന് നോക്കിയല്ലേ? അതുൽ ടെക്സ്റ്റ് ശ്രദ്ധിക്കുന്നില്ലേ? ഉസ്കെ പിതാ ഖാനെ ഖാനെ ഘർ ചലേ ഗയേ തോ. ഈ അബ്ദുൽ ഹമീദിന്റെ അച്ഛൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയ സമയത്ത് അബ്ദുൽ ഹമീദിനെ കഹ, അബ്ദുൽ ഹമീദ് പറഞ്ഞു. ആരോടായിരിക്കും? സോൾജറിനോട്. എല്ലാവർക്കും മുടിയാ ഒരു പ്രശ്നല്ലേ? എല്ലാവരുടെയും മുടി ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മുഖത്തേക്ക് വീഴുന്ന രീതിയിൽ മുറിച്ചിട്ടിട്ട് ഇങ്ങനെ അതും കൊണ്ട് ബുദ്ധിമുട്ടാ. ഷഹബാസ് റെഡി ആയില്ലേ? ഷഹബാസ്, അപ്പൊ ആ യൂണിഫോം ഇട്ട് സോൾജിയറിനെ ആരാ നോക്കിയത്? അബ്ദുൽ ഹമീദ്. അബ്ദുൽ ഹമീദ് എന്നിട്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഭയ്യ, സഹോദര, ചേട്ടാ അല്ലെ? തും തോ ഇസ് വർദി മേ ബഹുത് അച്ഛേ ലഗ് രഹേ ഹോ. നിങ്ങളെ ഈ യൂണിഫോമിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, സ്റ്റൈൽ ഉണ്ട്. ആരാ പറഞ്ഞത്? ഷഹബാസെ, ആരാ പറഞ്ഞതെന്നറിയോ? അബ്ദുൽ ഹമീദ് ആരോടാ പറഞ്ഞത്? കിസ്നെ കിസ്നെ സോൾജിയറിനോട് അല്ലെ? അബ്ദുൽ ഹമീദ് സോൾജിയറിനോട് പറയാണ് നിങ്ങളെ ഈ യൂണിഫോമിൽ കാണാൻ നല്ല സ്റ്റൈൽ ഉണ്ട്. മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് ഷാഹിദ്, മിസ്സിനെ അറിയോ? ഷാഹിദിനെ പരിചയമുണ്ടോ? എവിടെ പരിചയം? ഒന്നാം ക്ലാസ് പഠിപ്പിച്ചല്ലേ? മോനെ ഞാൻ ഒന്നാം ക്ലാസ്സിന് മുമ്പേ ഒരു വേറെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? ഹായ്, എല്ലാവരുടെ അന്വേഷണം പറഞ്ഞേക്കാട്ടാ. പിന്നെ ഇപ്പൊ എല്ലാവരും റെഡി ആണല്ലോ? ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആയോ? ഷഹബാസ്, ഷഹബാസ് എന്താ അവിടെ ചെയ്യുന്നേ? ഒന്നും റെഡിയാക്കിയില്ല അല്ലെ? ഫസ്റ്റ് പാരഗ്രാഫ് മീനിങ് മനസ്സിലായോ മക്കൾക്ക്?
യെസ്, മനസ്സിലായവരൊന്ന് ഒന്ന് കൈയുയർത്തി കാണിച്ചേ. ഓക്കെ, ക്ലിയർ ആയെങ്കിൽ മാത്രമേ പറയാവൂ യെസ് എന്ന്. ക്ലിയർ ആയില്ലെങ്കിൽ ആയില്ല എന്ന് പറയണം. കേട്ടല്ലോ? മക്കൾ പറയുക, ഡൗട്ട് എന്തുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടാ. മുഹമ്മദ് റിഹാൻ, മുഹമ്മദ് റിഹാൻ എന്താ പറയണ്ടേ? ഒന്നുമില്ല. ഒന്നുമില്ല, ഡൗട്ട് ഇല്ല. മോന് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എന്താ മോന് പറ്റിയത്? കാലിന് ഫ്രാക്ചർ എന്തോ കാണുന്നു? കാല് വേദന. എന്ത് പറ്റിയേ? കളിക്കാൻ പോയോ ഈ കൊറോണ സമയത്ത്? എവിടെയാ കളിക്കാൻ പോയേ? ഗ്രൗണ്ടിലാണോ? എന്നിട്ട് വീണോ? പിന്നെന്താ പറ്റിയേ? കളിക്കാൻ പോയപ്പോ കാലുവേന വന്നോ? എന്താ സംഭവിച്ചേ? പറഞ്ഞേ. ഗ്രൗണ്ടിൽ പോയിട്ട് എന്താ സംഭവിച്ചേ? ഓടിയോണ്ട്. അപ്പൊ ഇനി ഓടാതിരിക്കുക കുറച്ച് ദിവസം കേട്ടോ. അപ്പൊ നോക്കുക, നെക്സ്റ്റ് ആ ഫസ്റ്റ് പാരഗ്രാഫ് റെഡി ആണല്ലോ. നെക്സ്റ്റ് മിസ് പറയാണ്, വായിക്കുന്നുണ്ട്, നോക്കണേ. നെക്സ്റ്റ് ലൈൻ നിങ്ങളൊന്ന് നിങ്ങളുടെ പെൻസിൽ കൊണ്ടോ ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ മിസ് വായിക്കുന്നതനുസരിച്ച് ഒന്ന് നീക്കുക. ഷഹബാസ്, ആർ യു റെഡി? ഷഹബാസ്, എന്തോ രാവിലെ എന്താന്ന് ചെയ്യുന്നോമോ? ഷഹബാസ് റെഡി അല്ലേ? ഷഹബാസ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഷാഹിദിന് മുടിയോണ്ട് കഷ്ടപ്പെടണല്ലേ? നെക്സ്റ്റ് പറയാണേ, क्या तुम्हें भी यह वर्दी अच्छी लगती है? सैनिक ने पूछा. കേട്ടോ? വായിച്ചത് കേട്ടില്ലേ എല്ലാവരും? क्या तुम्हें भी यह वर्दी अच्छी लगती है? सैनिक ने पूछा. हाँ, मेरा मन कपड़े सिलने में बिल्कुल नहीं लगता, हामिद बोला. तो तुम फौज में भर्ती क्यों नहीं हो जाते? अच्छे ഏബൽ ബിനോയ്, എന്താ മോനെ പറയുന്നേ? അവിടുന്ന് പറയുന്നല്ലോ മിസ് കേൾക്കുന്നുണ്ടല്ലോ. എന്താടാ ക്ലാസ് എടുക്കുന്നതിനായിട്ട് സംസാരിക്കുന്നേ? വീട്ടിലെവരെ എന്തൊക്കെ രക്ഷിതാക്കളൊക്കെ കിട്ടിയതിൽ സന്തോഷം, ഹാപ്പി അല്ലേ? അവരുടെ ഇടയിൽ ഇരുന്ന് നല്ല സുഖത്തിൽ അങ്ങ് ക്ലാസ് കേൾക്കും. ഇവിടെ ഷഹബാസ് ഇതുവരെയും റെഡി ആയിട്ടില്ല. ഇങ്ങനെ എന്തോ ഉണ്ട്, കുറെ സമയമായി. ഇയർഫോൺ ഇങ്ങനെ ചുരുട്ടി കൂട്ടി വെച്ച് അതിങ്ങനെ നിവർത്തി എടുത്ത് സമയമായി. ഇപ്പൊ ക്ലാസ് കഴിയും. വേഗം നോക്ക് ഷഹബാസേ. ഡിസ്കൗണ്ട് ഓടി ആക്കിയിട്ടാന്ന് തോന്നുന്നു. ഗ്രേസ് ഒന്ന് വീഡിയോ ഓണാക്കും മോളെ. ആദിത്യനും ഷഹബാസ് റെഡി ആയി അല്ലേ? ആദിത്യൻ, അതുൽ കെ വി ഒന്ന് വീഡിയോ ഓണാക്ക്. മിസ് കാണട്ടെ. ഹായ് ആദിത്യ. നല്ല മക്കളായിട്ട് രാവിലെ റെഡി ആയിരിക്കുന്നുണ്ട് അല്ലേ മിസ്സേ? ഓ, നമ്മളെ കൊണ്ട് ഇത് വായിപ്പിക്കുക? ആ വായിപ്പിക്കും. മിസ് ചെയ്യാൻ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് ഓരോരാളെ ഇവിടെ വീട്ടിലേക്ക് വരും. ആരാ ചെരിഞ്ഞു കിടക്കുന്ന? ഈബലോ? നേരെ ഇരുന്ന ഈബിലെ, ചെരിഞ്ഞിരിക്കാതെ നമ്മൾ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ ഒന്ന് ഇരുന്ന നേരെ. എന്നാലും ക്ലാസ്സിലും പറയുമ്പോ ശ്രദ്ധിക്കാനാവൂലൂ. ഇത് ഇങ്ങനെ ചാഞ്ഞിരിഞ്ഞ് ഇടയ്ക്ക് അച്ഛനും അമ്മനും നോക്കാതെ മിസ് പറയുന്നതന്നെ ശ്രദ്ധിക്കട്ടോ. ഗ്രേസ് അവിടെ പോയി. ഗ്രേസ് ഒന്ന് വീഡിയോ ഓണാക്ക്. എന്റെ കൂടെ നിങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ.
നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. ആരും അറിയില്ല. അറിയോ? ഒന്ന് കാണിച്ചു കൊടുത്തേ. ഒരു ഹായ് പറഞ്ഞേ. ജോസി. കൂട്ടുകാരിയാണ്. ആരാ? ഇവിടെ അറിയോ എല്ലാവർക്കും? ഹായ് പറഞ്ഞേ. നോക്ക്, നെക്സ്റ്റ് നോക്കുക. എല്ലാരും ശ്രദ്ധിക്ക്. क्या तुम्हें भी यह वर्दी अच्छी लगती है? सैनिक ने पूछा. सैनिक आस्क्ड, सोल्जर आस्क्ड. सोल्जर എന്താ ചോദിച്ചത്? क्या तुम्हें भी यह वर्दी अच्छी लगते हैं? നിങ്ങൾക്ക് എനിക്ക് ഈ യൂണിഫോം അത്രയ്ക്ക് ഇഷ്ടാണോ? യൂണിഫോമിനോട് ഇഷ്ടമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ യൂണിഫോം ഇഷ്ടാണോ? യൂണിഫോം ഇഷ്ടമാണോ? ഷാഹിദ്? യെസ്. ഇവിടെ ചോദിക്കുകയാണ് എന്ത്? നിനക്ക് ഈ യൂണിഫോം, സോൾജറിന്റെ യൂണിഫോം നന്നായി ഇഷ്ടപ്പെട്ടോ? ഷിസ ഫാത്തിമ ഇരിക്കൂലേ? നോക്ക്. हाँ मेरा मन कपड़े सिलने में बिल्कुल नहीं लगता, ഹമീദ് बोला. അപ്പൊ ഹമീദ് എന്താ മറുപടി പറഞ്ഞെന്ന് അറിയണ്ടേ? ഹാ എനിക്ക് ഇഷ്ട. മേരാ മൻ കപ്പടേ സിൽനെ മേം ബിൽക്കുൽ നഹി ലഗ്താ. എന്റെ അച്ഛന്റെ ജോലി എന്താണ്? ഒരു ടൈലറാണല്ലേ അച്ഛൻ, അല്ലേ? കപ്പടേ സിൽവാന, അതായത് വസ്ത്രം നെയ്യുന്ന ആള്, തുന്നുന്ന ആളാണ്, ടൈലറാണ്. അപ്പൊ എനിക്ക് ഈ ജോലിയോട് താല്പര്യമല്ല. പിന്നെ ഏതിനോട് താല്പര്യം? സോൾജർ ആകാൻ. ഏഞ്ചൽ ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്ക് അച്ഛന്റെ ജോലിയല്ല ഇഷ്ടം, പകരം എന്താവാനാണ് ആഗ്രഹം? ഒരു സോൾജർ, സിപ്പാഹി ആകാനാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് യൂണിഫോമിനെ നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്താകാനാണെന്ന് ആഗ്രഹം എന്നോട് പറയണേ. മിസ് നേരിട്ട് വന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്നാകാൻ വേണ്ടി ആഗ്രഹം ഉണ്ടാവില്ലേ? പഠിച്ച് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെ ഓരോന്ന് പറയില്ലേ? യെസ്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം പിന്നെ ഞാൻ ഒന്ന് ചോദിക്കും, അങ്ങനെ പറഞ്ഞേക്കണം. ഗ്രേസ് ഒന്ന് വീഡിയോ ഓൺ ചെയ്യേ. അപ്പൊ എന്താ പിന്നീട് പറഞ്ഞത്? तो तुम फौज में भर्ती क्यों नहीं हो जाते? ടെക്സ്റ്റ് ശ്രദ്ധിക്കുന്നുണ്ടോ? മിസ് വായിച്ച ലൈൻ കണ്ടോ? എവിടെയാണെന്നൊന്ന് നോക്കിയേ. പെൻസിലോണ്ടൊന്ന് കൈവച്ച്, എവിടെ പെൻസിലോണ്ടൊന്ന് വെച്ച്. യെസ്. तो तुम फौज में भर्ती क्यों नहीं हो जाते? അപ്പോ ഈ സോൾജർ ചോദിക്കുകയാണ്, പിന്നെ എന്താണ് നീ സോൾജർ ആവാതിരുന്നത്, സേനയിൽ ഒന്നും ചേരാതിരുന്നത് എന്താണെന്ന് ചോദിച്ചു. അച്ഛേ ഹട്ടേ കട്ടേ ജവാൻ തോഹോ. നിന്നെ കാണുമ്പോ നല്ല ജവാനാണെന്ന് തോന്നുന്നല്ലോ, നല്ല 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 ശരീരം, നല്ല കടുപ്പമുള്ള ശരീരമാണെന്ന് തോന്നുന്നല്ലോ, നല്ല ഉറച്ച ശരീരം. അപ്പോ നീ എന്തുകൊണ്ടാണ് ഒരു സോൾജർ ആവാനിരുന്നത്? സൈനികനെ കഹ. സൈനികൻ പറഞ്ഞു. ആരോടാ സൈനികൻ പറഞ്ഞിട്ടുണ്ടാവുക? സോൾജർ ആരോടാ പറഞ്ഞത്? ആരോടാ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? അബ്ദുൽ ഹമീദിനോട്. അബ്ദുൽ ഹമീദിനോട്. യെസ്. ക്യാ സച്ച് ഹമീദ് ഖുശ് ഹോത്തെ ഹുയേ ബോല. അപ്പൊ നിനക്ക് നിന്റെ ശരീരം കാണാൻ നല്ല ഇതുണ്ട് അല്ലേ, നല്ല പിന്നെ ജവാനാവാനുള്ള എല്ലാ ഇതും കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴ് ആർക്കാ സന്തോഷമായത്? ഹമീദിന്. ക്യാ സച്ച്, നിങ്ങൾ സത്യാണോ പറയുന്നത്? ആര് ചോദിക്കുന്നത്? അബ്ദുൽ ഹമീദ് സോൾജറുടേക്ക്. എന്നെ കാണുമ്പോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? നിങ്ങൾ സത്യമാണോ പറഞ്ഞത്? സന്തോഷായി. ആർക്ക്? അബ്ദുൽ ഹമീദിന്. എയ്ബൽ ബിനോയ്, അത്ര വരെ മനസ്സിലായോ എന്റെ മക്കൾക്ക്? ക്ലിയർ ആയോ? മിസ് ഒന്നുകൂടി പറയണോ? ആദ്യം മുതലേ ഒന്നുകൂടി പറയണോ? വേണ്ട. വേണം എന്നുള്ളവര്, ഡൗട്ട് ഉള്ളവർ ഒന്ന് കൈവർത്തെ. ഡൗട്ട് ഉള്ളവര്, മിസ് പറഞ്ഞത് ഇതുവരെ മനസ്സിലാകാത്ത, മീനിങ് മനസ്സിലാകാത്തവർ ഒന്ന് കൈവർത്തിയേ. സ്റ്റക്കായോ? റേഞ്ച് പ്രോബ്ലം ഉണ്ടല്ലേ, സ്റ്റക്കായി. നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട് മക്കളെ.
നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടല്ലേ? റെഡി ആയോ? എല്ലാവർക്കും കേൾക്കാമോ? ഗ്രേസിന് കേൾക്കുന്നില്ലേ? ഗ്രേസ് കേൾക്കുന്നുണ്ടോ? മിസ് പറഞ്ഞത് മനസ്സിലായോ? ഡൗട്ട് വലുതുണ്ടോ? അതെ, അതുവരെ ഒന്നുകൂടി കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അത് നെക്സ്റ്റ് ഇനി പറയണ്ടല്ലോ, എടുത്ത് തന്നെ ഒന്നുകൂടി പറഞ്ഞു തരണോ? ഒരു തവണ കൂടി പറയാം, ക്ലിയർ ആക്കിട്ട് തന്നെ പോകാട്ടോ. अब्दुल हमीद एक दिन अपने पिता के साथ दुकान में बैठा था. മുഹമ്മദേ, ഉറക്കം വരുന്നുണ്ടോ? രാവിലെ തന്നെ ഹിന്ദി കേട്ടിട്ടല്ലേ ഉറക്കത്തിലാന്ന് തോന്നുന്നു എഴുന്നേറ്റിരിക്കുന്നേ. ഷീസക്കലതാ ഉറങ്ങി വീഴുന്നുണ്ടോന്ന് തോന്നുന്നു. അല്ല മിസ്, ഉറക്കത്തിലൊന്നുമല്ല. അല്ല അല്ലെ, നല്ല മക്കളാണ്. എന്നിട്ട് ഇവര് പറഞ്ഞു നല്ല മക്കളാണ്, അഞ്ചിലവര് നല്ല കുട്ടികൾ, നന്നായി പഠിക്കുന്നവരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാറ്. നമ്മളിങ്ങനെ പോലത്തല്ല. നിങ്ങളെ കുറിച്ചല്ലേ, നിങ്ങളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേ പോകുമ്പോ ഒന്ന് കേറി നോക്കിയത്, നല്ല മക്കളാന്ന് നോക്കട്ടെ. മറ്റേ ഹിന്ദി ടീച്ചർ വരുമായിരിക്കും. ഞാൻ ഇടയ്ക്ക് കയറി നോക്കിയാ നിങ്ങൾ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി. നിങ്ങൾ എല്ലാവരും നല്ല റെഡി ആയിട്ടാണോ ഇരിക്കുന്നത്, ഉറക്കത്തിലാണോ നോക്കാൻ വേണ്ടിയുള്ളത് വന്നതാ. നോക്കാം നമുക്ക്. ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം. മിസ് ഒന്നുകൂടി വായിക്കുന്നുണ്ട്. മിസ് ഒന്നുകൂടി വായിക്കുന്നത് ശ്രദ്ധിക്കേ. അബ്ദുൽ ഹമീദ് ഏക് ദിൻ അപ്നെ പിതാ കെ സാത്ത് ദുകാൻ മേ ബൈഠാ താ. അബ്ദുൽ ഹമീദ് ഒരു ദിവസം തന്റെ അച്ഛന്റെ കടയിൽ പോയി ഇരിക്കുകയായിരുന്നു അല്ലെ. ഉസ്കെ ഗാവ് കാ ഏക് സിപ്പാഹി. അപ്പൊ അവിടുത്തെ ആ ഗ്രാമത്തിലുള്ള ഒരു സോൾജിയർ, മുഹമ്മദേ കൂട്ടുപാടില്ല, ഏക് സിപ്പാഹി सिपाही कपड़े सिलवाने उसकी दुकान पर आ पहुंचा. എന്തോ ഡ്രസ് തയ്ക്കാൻ വേണ്ടി എവിടത്തേക്കാ വന്നത്? ആ കടയിലേക്ക് അല്ലെ, ആ ടൈലറിംഗ് ഷോപ്പിലേക്ക് വന്നു. അബ്ദുൽ ഹമീദ് ഫൗജ് കി എന്താ മോനെ? മിസ്, ഒരു മിനിറ്റ് മോനെ പറഞ്ഞുതരാം. ഗ്രേസ് ട്യൂണ ശില്പത്തിന്റെ തെറ്റി. എവിടെ എത്തി? അവര് വിളിക്കുന്നുണ്ടെന്ന അരി പിള്ളേരാ ബാക്കി പറഞ്ഞിട്ടേ. അപ്പൊ അബ്ദുൽ ഹമീദ് ഫൗജ് की वर्दी पहने उस सैनिक को देखता रहा. അബ്ദുൽ ഹമീദ് ആ യൂണിഫോം ഇട്ട സൈനികനൊന്ന് നോക്കി.
उसके पिता गाना गाने घर चले गए तो അബ്ദുൽ ഹമീദിന്റെ അച്ഛൻ അപ്പൊ ഫാദർ എന്ത് ചെയ്തു? ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയ സമയം നോക്കിയിട്ട് അബ്ദുൽ ഹമീദിനെ അബ്ദുൽ ഹമീദ് പറഞ്ഞു, ഭയ്യ തും തോ ഇസ് വർദി മേ ബഹുത് അച്ഛേ ലഗേ ഹോ. എന്താ പറഞ്ഞത്? സഹോദര, ചേട്ടാ, നിങ്ങളെ ഈ യൂണിഫോമിൽ കാണാൻ നല്ല സ്റ്റൈലുണ്ട്. ക്യാ തുമേ ഭി ഏക് വർദി അച്ഛി ലഗ്തി ഹേ? സൈനികിനെ പൂച്ച. സൈനിക ആസ്ക്ഡ്. അപ്പൊ എന്താ സൈനിക് പറഞ്ഞത്? ചോദിച്ചത് ഏഞ്ചൽ വീഡിയോ ഒന്ന് ഓൺ ചെയ്. എന്താ സൈനിക് ചോദിച്ചത്? നിനക്ക് ഈ യൂണിഫോം ഇഷ്ടമാണോ? हाँ मेरा मन कपड़े सिलने में बिल्कुल नहीं लगता ഹമീദ് പോല. എനിക്ക് അതാണ് ഇഷ്ടം. എനിക്ക് ഡ്രസ്സ് തയ്ക്കുന്നതല്ല ഇഷ്ടം. പകരം എന്താ എനിക്ക് ഇഷ്ടം? സോൾജിയർ ആവാനാണ്. എനിക്ക് നിങ്ങളുടെ യൂണിഫോം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. तो तुम फौज में भर्ती क्यों नहीं हो जाते? പിന്നെന്താ നീ പിന്നെ സോൾജിയർ ആവാതിരുന്നത്? അച്ഛേ ഹട്ടേ കട്ടേ ജവാൻ തോ ഹോ. നിന്നെ കാണാൻ നല്ല ശരീരം, നല്ല ഇതാണല്ലോ, നല്ല ആരോഗ്യം ഉണ്ടല്ലോ. ഹട്ടേ കട്ടേ ജവാൻ, ജവാനെ പോലെ തോന്നുന്നുണ്ടല്ലോ. സൈനികൻ പറഞ്ഞു, ക്യാ സച്ച്? സത്യമാണോ? ഹമീദ് ഖുശ് ഹോത്തെ ഹുയേ ബോല. ഹമീദ് ഹാപ്പി ആയി ചോദിച്ചത് കാര്യം എന്താണ്? നിങ്ങൾ പറഞ്ഞത് എന്നെ കാണുമ്പോൾ ജവാനാവാനുള്ള യോഗ്യത എനിക്കുണ്ടോ? സത്യമാണോ നിങ്ങള് പറഞ്ഞത്? അതുവരെ ക്ലിയർ ആയോ മക്കളെ? യെസ് ആണെങ്കിൽ ഒന്ന് കൈപൊച്ചേ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി? ഡൗട്ട് ഉണ്ടെങ്കിൽ യെസ് പറയണ്ട കേട്ടോ. ഡൗട്ട് തന്നെ പറയണം. മുഹമ്മദ് റെഡി അല്ലേ? മുഹമ്മദേ ക്ലിയർ ആയി? എന്താ ഒരു ഉഷാറിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ഞാൻ 1 മണിയല്ലാവും മിസ്സേ. ഏത് 1 മണിയല്ലാവും? 1 മണിയാവോ? 1 മണിക്ക് എന്താ കഴിക്കാ നീ? ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ 1 മണിക്ക് കഴിച്ചു. നല്ല മക്കള്. രാവിലെ എന്ത് ചെയ്യണം? രാവിലെ ക്ലാസ് ഉള്ളപ്പോ കുറച്ച് നേരത്തെ ഉറങ്ങി എഴുന്നേൽക്ക. എന്നിട്ടോ ക്ലാസ്സിന് പ്രശ്നമല്ല. 5 മണി. 5 മണിക്കൊന്നും മിസ് പറഞ്ഞില്ല. എങ്കിലും പരമാവധി നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആവുക. പിന്നെയോ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് റെഡി ആയിട്ട് ഇരിക്കുക. ഭക്ഷണം കഴിച്ചാടും വന്നിരിക്കാനും പാടില്ല. കുറെ പേര് ഇങ്ങനെ കോട്ട് പാടുന്നുണ്ട്, ഉറക്കം വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കാൻ പാടില്ല കേട്ടോ. മിസ് പറഞ്ഞത് തലയിൽ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രഷ് ആയിട്ട് ഇരിക്കാം. വിശന്നിട്ട് ഇരിക്കാനും പാടില്ല കേട്ടോ. ഷഹബാസിനെ പോലെ. ഷഹബാസ് ഇങ്ങനെ മുടി ഇങ്ങനെ മുറിക്കണോ, ഇങ്ങനെ വിരലിന്റെ ഉള്ളൊക്കെ മുടി ഇങ്ങനെ ചിക്കി ഇതാക്കുക. എല്ലാവർക്കും മുടിയ ഒരു പ്രശ്നം ഇപ്പൊ. അതുവരെ മക്കൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഉണ്ടോ? ഹിന്ദി വേർഡ്സ് വായിക്കാൻ പറ്റും? ഒറ്റയ്ക്ക് വായിക്കല്ലോ? ആരും ഹെൽപ്പ് ഇല്ലാതെ വായിച്ചോളൂ? പേരൻസിന്റെ ഹെൽപ്പ് ഇല്ലാതെ വായിച്ചോളൂ? ഹാപ്പി. മിസ് ഹാപ്പി ആയത് കേട്ടപ്പോൾ. നെക്സ്റ്റ് പറയട്ടെ എന്നാലും മിസ്. നോക്ക. कुछ देर बाद फौजी कपड़े लेकर चला गया. अब्दुल हमीद दिन भर उसकी ही बातें सोचता रहा. शाम को जब वह दुकान बंद करके लौटा तो उसने माता पिता से फौज में भर्ती होने की बात की. ഞാൻ വായിക്കുന്ന ലൈൻ കണ്ടോ? ഏഞ്ചലേ ഉറങ്ങി വീഴല്ലേ? ഞാൻ വായിക്കുന്ന ലൈൻ നിങ്ങൾ കണ്ടോ? ഗ്രേസ് കണ്ടോ മോളെ? കണ്ടു? ഏത് ലൈനാന്ന് വായിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? ആ പേജിൽ തന്നെ ലാസ്റ്റ് പാരഗ്രാഫാണ് വായിക്കുന്നത് കേട്ടോ. शाम को जब वह दुकान बंद करके लौटा तो उसने माता पिता से फौज में भर्ती होने की बात की. ना ना हम तुम्हें लाम पर नहीं जाने देंगे. अपने कौन से 10-5 बच्चे हैं? माम ने कहा.
तुम दुकान चलाओ और बस, विदा ने कहा। अब्दुल हामिद चुपचाप अपने कमरे में चला गया। वह घाट पर बैठा देर तक कुछ सोचता रहा। जब रसोई का काम निबड़ाकर उसकी पत्नी आई तो उसने पूछा, इतने उदास क्यों हो? इतने उदास क्यों हो? मैं फौज में जाना चाहता हूँ, पर माँ बाबा जाने नहीं देंगे। हामिद ने अपनी पत्नी को बताया। अरे सूरमा बनना है तो चुपचाप पलटन में चले जाओ, मैं किसी से कुछ न कहूंगी। भला ऐसे पड़े रहने से क्या होगा? पत्नी ने उसका उत्साह बढ़ाया। ഇതൊക്കെ മനസ്സിലായോ മിസ് വായിച്ചിട്ട്? ഏഞ്ചലിനെ കാണുന്നില്ലല്ലോ, മുങ്ങിയോ? ഏഞ്ചൽ ശ്രദ്ധിക്കുന്നില്ലേ മിസ് പറഞ്ഞത്? മിസ് വായിച്ച പാരഗ്രാഫിൽ വല്ലതും മനസ്സിലായോ? എഡ്വിൻ, മിസ് ഇപ്പൊ വായിച്ച പാരഗ്രാഫിൽ ഒന്നും മനസ്സിലായില്ലല്ലോ. മിസ് ഒന്ന് പറഞ്ഞുതരാം, നോക്കണേ. കുച്ച് ദേർ ബാദ്, കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഫൗജി, ആ സോൾജിയർ, കപ്പടെ ലേക്കർ ചലാ ഗയ, തന്റെ ഡ്രസ്സ് കൊടുത്തിട്ട് നടന്നു പോയി. സായി കൃഷ്ണക്ക് മുടി കൊണ്ടാണ് ബുദ്ധിമുട്ടല്ലേ? ഇല്ല, തന്റെ ഡ്രസ്സും കൊണ്ട് ആര് പോയി? സോൾജിയർ. അബ്ദുൽ ഹമീദ് ദിൻ ഭർ ഉസ്കി ഹി ബാതേൻ സോച്താ രഹാ. ആ വന്നു പോയതിനു ശേഷം, സോൾജർ വന്നു പോയതിനു ശേഷം എല്ലാ ദിവസവും അബ്ദുൽ ഹമീദ് എന്താ ചിന്തിച്ചത്? ആ സോൾജർ വന്നു പോയതിനു ശേഷം ആ സോൾജർ പറഞ്ഞ കാര്യം, എനിക്ക് ജവാനാവാനുള്ള യോഗ്യതയുണ്ട്, നിന്റെ ശരീരം നല്ല ഉറപ്പുണ്ട്, അപ്പൊ നിനക്ക് ജവാൻ ആവാലോ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതാണ് ആര് ചിന്തിച്ചത്? അബ്ദുൽ ഹമീദ്.